പ്രാദേശികമായിട്ട് വ്യക്തിവിരോധം തീർക്കുന്നതിന് വേണ്ടി ചില നേതാക്കൾ ഇറങ്ങിപ്പുറപ്പെട്ടതാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പരാജയ കാരണം. ശാസ്താംകോട്ട പഞ്ചായത്തിൽ DCC ജനറൽ സെക്രട്ടറി ശ്രീ P. നൂറുദ്ദീൻകുട്ടി 1 വർഷം മുമ്പ് തന്നെ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ച് സ്വന്തം വാർഡിൽ നിങ്ങളുടെ പ്രമുഖർ പലരും കടപുഴകി പോകുന്ന കാഴ്ചയും കണ്ടു. ഈ പ്രമുഖർ മത്സരിച്ച വാർഡിൽ പോലും ജയിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രമുഖർ എന്ന് വിശ്വസിക്കുന്നവർ, ഈ തോറ്റവർ പ്രമുഖർ, അവരുടെയൊക്കെ ജനകീയ അടിത്തറ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നേതൃതലത്തിൽ നിൽക്കുന്നവരുടെ ഒരു അഭാവം കോൺഗ്രസിനുണ്ടായി. 2 ബ്ലോക്ക് പ്രസിഡന്റുമാരും മത്സരത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. വലിയ ആരോപണങ്ങൾ ഉണ്ടാവുന്നു. അങ്ങയുടെ ഉൾപ്പെടെയുള്ള വോയിസുകൾ വളരെ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ 2010 കാലം തൊട്ട് കോൺഗ്രസിന്റെ മുഖമായി നിൽക്കുന്ന ഒരു യുവശക്തമുണ്ട് കുന്നത്തൂർ താലൂക്കിൽ. അത് ആരോട് ചോദിച്ചാലും പെട്ടെന്ന് പറയുന്ന ഒരു പേരാണ് കാഞ്ഞിരംവിള അജയ്കുമാർ. ഇന്ന് രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പാർട്ടിയുടെ സ്ഥാനങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ ഉണ്ടെന്ന് പറയാം. പക്ഷെ പ്രവർത്തനത്തിൽ സജീവമായി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇല്ല എന്ന് പറയുകയും വിവാദങ്ങളിൽ എന്നാൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നാം ഇന്ന് പരിചയപ്പെടുകയും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കേരളം മുഴുവനും UDFന് അനുകൂലമായ തരംഗം ആഞ്ഞുവീശപ്പോഴും ഈ പറയുന്ന കുന്നത്തൂർ താലൂക്കിൽ നിരവധി പഞ്ചായത്തുകളിൽ ഏറ്റവും പ്രമുഖർ തോറ്റു വീഴുന്ന കാഴ്ചയാണ് UDFൽ കാണാൻ കഴിഞ്ഞത്. ഇതിന്റെ പിന്നിലൊക്കെ തന്നെ അടിസ്ഥാനപരമായേക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ശ്രീ കാഞ്ഞിരംവിള അജയ്കുമാറിനോട് തന്നെ ചോദിക്കാം. എന്താണ് കുന്നത്തൂരിൽ കോൺഗ്രസിന് സംഭവിക്കുന്നത്? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ ഒരു ഏകപക്ഷീയമായ നിലപാടെടുക്കും. അത് കഴിയുമ്പോൾ പരാജയം വരുമ്പോൾ മറ്റു ചിലരെ തോളിൽ വെക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2025 അത് തന്നെ സംഭവിച്ചു. 2025 നമുക്ക് തൊട്ടടുത്ത് നോക്കിയാൽ കോൺഗ്രസിന് ബഹുഭൂരിപക്ഷം കിട്ടേണ്ട മൈനാഗപ്പള്ളി പഞ്ചായത്ത് 7 സീറ്റ് മാത്രമായിട്ട് ചുരുങ്ങി. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ 6-ാം വാർഡിൽ നിന്നും ശ്രീമതി ശാന്തകുമാരി അമ്മയ്ക്ക് അവിടെ സീറ്റ് നിഷേധിച്ചു. ഒരുപക്ഷെ അത് KPCCയുടെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് അവിടെ വാർഡ് എക്സിക്യൂട്ടീവ് വിളിക്കാതെ ഏകപക്ഷീയമായിട്ട് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാളെ അവിടെ മത്സരിപ്പിക്കാൻ. അതിൽ ശാന്തകുമാരി അമ്മ എന്ന് പറഞ്ഞാൽ 40 വർഷത്തിലേറെയായി കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടന, അംഗൻവാടി ജീവനക്കാരുടെ സംഘടനയടക്കം സജീവമായിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അവരെ ഒഴിവാക്കുവാൻ ബോധപൂർവമായ ഒരു ശ്രമം നടന്നു. അതിന് നേതൃത്വത്തിന്റെ ഒരു പിൻബലം കിട്ടി. അതിനകത്ത് മനസ്സിലാക്കപ്പെടേണ്ട ഒരു പ്രാദേശിക രാഷ്ട്രീയ രംഗം മനസ്സിലാക്കാതെ പോയതുകൊണ്ട് 329 വോട്ടിനാണ് ശാന്തകുമാരി അമ്മ ഇവിടെ വിജയിച്ചത്. ആ ശാന്തകുമാരി അമ്മയ്ക്ക് സീറ്റ് നൽകാത്തതിന്റെ ഫലമായിട്ട് തന്നെ തൊട്ടടുത്ത് 6-ാം വാർഡ് 7-ാം വാർഡിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ Y. ഷാജഹാൻ പരാജയപ്പെട്ടു. അതുപോലെ തൊട്ടടുത്ത വാർഡുകളിൽ ശ്രീമതി സേതുലക്ഷ്മി പരാജയപ്പെട്ടു. തൊട്ടടുത്ത വാർഡുകളിലൊക്കെ അതിന്റെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അതിനൊരു പ്രതിധ്വനി ഉണ്ടായി എന്ന് തന്നെ മനസ്സിലാക്കണം. കോൺഗ്രസ് ജയിക്കേണ്ട വാർഡുകളൊക്കെ നഷ്ടപ്പെട്ട് ആ കോൺഗ്രസിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് മൈനാഗപ്പള്ളി പഞ്ചായത്തിൽ. എന്നും കോൺഗ്രസ് പരാജയപ്പെടുമ്പോഴൊക്കെ മൈനാഗപ്പള്ളി പഞ്ചായത്ത് കോൺഗ്രസിനോടൊപ്പമായിരുന്നു. ആ പഞ്ചായത്ത് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ പടിഞ്ഞാറേക്കലിന്റെ പഞ്ചായത്തിൽ RSPയുമായിട്ട് ബന്ധപ്പെട്ട് RSP ഘടകകക്ഷി എന്നുള്ള തരത്തിൽ 2 സീറ്റ് കൊടുത്തു. അവിടെ 6-ാം വാർഡിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ആഗ്രഹിച്ച ഒരു കലാധരൻ പിള്ള എന്ന് പറയുന്ന ആൾക്ക് സ്ഥാനാർത്ഥം കൊടുക്കണം, വിജയിക്കും എന്ന് അവിടുന്ന് അഭിപ്രായം വന്നപ്പോൾ NSSുമായി ബന്ധപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിന്റെ പേരിൽ കോൺഗ്രസിലെ ഒരു നേതാവിന് ഈ കലാധരൻ പിള്ളയുമായിട്ടുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസം, അത് പാർട്ടിയല്ല കോൺഗ്രസിലുള്ള അഭിപ്രായ വ്യത്യാസം, ആ അഭിപ്രായ വ്യത്യാസം കൊണ്ട് ആ കലാധരൻ പിള്ളയ്ക്ക് സീറ്റ് കൊടുക്കത്തില്ല എന്നൊരു തീരുമാനം ഉണ്ടാവുകയും RSPയുടെ നേതൃത്വം 6-ാം വാർഡിന് പകരം 4-ാം വാർഡായാലും മാറി മത്സരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോലും 6-ാം വാർഡ് തന്നെ അവർക്ക് കൊടുത്തേ മതിയാകൂ എന്നുള്ള തരത്തിലൊരു പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പടിഞ്ഞാറേക്കലിന്റെ പഞ്ചായത്തിൽ വലിയൊരു പരാജയം നേരിട്ടത്. അവിടെ 3-ാം വാർഡിൽ അവിടെ ഒരു വാർഡിൽ തന്നെ ഈ 3 വോട്ടിന് പരാജയപ്പെട്ടു. മറ്റൊരു 4-ാം വാർഡിൽ 7 വോട്ടിന് പരാജയപ്പെട്ടു. പഞ്ചായത്തിന്റെ ഭരണം നഷ്ടപ്പെടുകയുണ്ടായി. ഈ കോൺഗ്രസ് സീറ്റ് നിഷേധിച്ച കലാധരൻപിള്ള 150ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കുകയും ചെയ്തു. അപ്പം പ്രാദേശികമായിട്ട് വ്യക്തിവിരോധം തീർക്കുന്നതിന് വേണ്ടി ചില നേതാക്കൾ ഇറങ്ങിപ്പുറപ്പെട്ടതാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പരാജയ കാരണം. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ജനറൽ ആയിപ്പോയാൽ ഞങ്ങൾ മത്സരിച്ചെങ്കിലേ അടങ്ങൂ എന്നുള്ളൊരു പിടിവാശി. കുന്നത്തൂർ പഞ്ചായത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. അവിടെ 14-ാം വാർഡിൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് 3-ാം സ്ഥാനത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരു കാര്യം. ഒരു തെരഞ്ഞെടുപ്പ് എടുത്താൽ പഞ്ചായത്ത് ജനറൽ ആയാൽ തങ്ങൾക്ക് അധികാരം കിട്ടാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പരാജയം കോൺഗ്രസ്. ശാസ്താംകോട്ട പഞ്ചായത്തിലും തന്നെയാണ് സ്ഥിതി. ശാസ്താംകോട്ട പഞ്ചായത്തിൽ DCC ജനറൽ സെക്രട്ടറി ശ്രീ P. നൂറുദ്ദീൻകുട്ടി 1 വർഷം മുമ്പ് തന്നെ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ച് സ്വന്തം വാർഡിൽ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങി. അത് പഞ്ചായത്തിന്റെ
പ്രസിഡന്റ്ഷിപ്പ് ജനറലോ വനിതയോ അതോ പട്ടികജാതി സംവരണം എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ. പക്ഷെ പഞ്ചായത്ത് പ്രസിഡന്റ് ജനറൽ ആയപ്പോഴത്തേന് ശാസ്താംകോട്ട പഞ്ചായത്തിൽ അതിനുവേണ്ടി നടന്ന അഡ്ജസ്റ്റ്മെന്റുകൾ, ഒരാൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ വേണ്ടി നടത്തിയ അഡ്ജസ്റ്റ്മെന്റുകളാണ് 12ാം വാർഡ് മുതൽ 19, 20 വാർഡ് 21 വാർഡ് വരെയുള്ള പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. അതൊക്കെ പാർട്ടി ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതൊക്കെ പരിഹരിക്കപ്പെട്ടിരുന്നെങ്കിൽ കുന്നത്തൂരിൽ കോൺഗ്രസിന് വലിയ ഒരു ഭൂരിപക്ഷത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ പറ്റും. പിന്നെ ചില സ്ഥാനാർത്ഥി നിർണയത്തിലെ ചില അപാകതകളും കാര്യങ്ങളും ചില വേണ്ടാത്ത കൂട്ടായ്മകളും ഒക്കെ മറുഭാഗത്തുണ്ടായതിന്റെ ഫലമായി കോൺഗ്രസ് പരാജയപ്പെട്ട പ്രദേശങ്ങളുമുണ്ട്. ഈ പ്രത്യേകിച്ച് നമ്മുടെ കുന്നത്തൂർ താലൂക്കില് UDF ഇത്തരത്തിലേക്ക് ഒരു പരാജയത്തിലേക്ക് വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എല്ലാ UDF നേതാക്കന്മാരുടെയും പാർലമെന്ററി മോഹം, അതായത് പല പഞ്ചായത്തുകളും ജനറൽ ആയപ്പോൾ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിലേക്കോ അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിലേക്കോ വരാനുള്ള ത്വരയുണ്ട് എന്ന ആദ്യത്തെ പാദത്തിൽ സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് വന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ആരൊക്കെയായിരുന്നു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒരുപക്ഷെ പാർട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടി നിൽക്കേണ്ടിയിരുന്നത്? അവരെന്തുകൊണ്ട് അതിന് നിൽക്കാതെ മത്സരത്തിലേക്ക് ഒതുങ്ങുകയും ആ വാർഡിൽ ചുറ്റിപ്പറ്റി മാത്രം അവരുടെ പ്രവർത്തനം ഒതുങ്ങുകയും എതിരാളികൾ വളരെ നിഷ്പ്രയാസം ജയിച്ചു പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് പല വാർഡുകളിലും. മാത്രമല്ല, നിങ്ങളുടെ പ്രമുഖർ പലരും കടപുഴകി പോകുന്ന കാഴ്ചയും കണ്ടു. ഈ പ്രമുഖർ മത്സരിച്ച വാർഡിൽ പോലും ജയിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രമുഖർ എന്ന് വിശ്വസിക്കുന്നവർ, ഈ തോറ്റവർ പ്രമുഖർ, അവരുടെയൊക്കെ ജനകീയ അടിത്തറ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? കോൺഗ്രസിന് കുന്നത്തൂരിലുണ്ടായ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം നേതാക്കളുടെ ഒരു അഭാവം എന്ന് പറഞ്ഞാൽ നേതൃതലത്തിൽ നിൽക്കുന്നവരുടെ ഒരു അഭാവം കോൺഗ്രസിനുണ്ടായി. 2 ബ്ലോക്ക് പ്രസിഡന്റുമാരും മത്സരത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. കോൺഗ്രസിന്റെ 2 ബ്ലോക്ക് പ്രസിഡന്റുമാരും മത്സരത്തിൽ ഇറക്കിയപ്പോൾ അവിടെ ഒരു വാക്കും ഉണ്ടായി. പകരം പോലുള്ള ആൾക്കാർ ആ സമയത്ത് ഞങ്ങൾ ഉണ്ടെങ്കിലും ആ വിടവുകൾ പാർട്ടിയെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവരുടെ ഉൾപ്പെടെ വിജയത്തിന് മുന്നിട്ട് വരികയും മുൻപന്തിയിൽ ഇറങ്ങുകയും ചെയ്യേണ്ട വ്യക്തി അവരുടെ പരാജയത്തിന് വേണ്ടി ഇറങ്ങിയെന്നുള്ള വോയിസ് ക്ലിപ്പുകളും സന്ദേശങ്ങളും ഒക്കെയാണ് ഇപ്പം പ്രചരിക്കുന്നത്. നമ്മൾ ഇതിനകത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അധികാരത്തിലിരിക്കുന്ന ഇപ്പൊ പകരം ബ്ലോക്ക് പ്രസിഡന്റുമാർക്ക് ചാർജ് കൊടുത്തു. ഇപ്പൊ കുന്നത്തൂർ ബ്ലോക്ക് പ്രസിഡന്റ് പകരം ചാർജ് കൊടുത്തു. അപ്പൊ ഞാൻ DCC ജനറൽ സെക്രട്ടറിയാണ്, എനിക്ക് ചാർജ് തന്നില്ല. അപ്പം നമുക്ക് സംബന്ധിച്ച് നമ്മളെ ഒന്നും ആ മേഖലകളിലേക്ക് ചാർജ് തരുന്നതിനുള്ള പരിഗണന എന്താണ്? പരിഗണന നമ്മൾ DC പ്രസിഡന്റ് ചാർജ് കൊടുത്തു, നല്ല ഇത് പകരം അതിന് ഏബിൾ എന്ന് DC പ്രസിഡന്റ് തോന്നി അല്ലെങ്കിൽ നേതൃത്വത്തിന് തോന്നിയെന്നുള്ളതാണ് പ്രധാനം. നമ്മൾ അതിന് ഏബിൾ അല്ല. പ്രവർത്തനത്തിൽ വളരെ സജീവമായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാർ ഏതെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ആ ഉത്തരവാദിത്വത്തിൽ 100% ആത്മാർത്ഥത പുലർത്തുന്ന ആൾക്കാരെയാണ് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും ചുമതലകൾ ഏൽപ്പിക്കുന്നത്. അങ്ങ് തന്നെ ജീവിത പ്രശ്നങ്ങളും അങ്ങ് സഹായിച്ചവർ അങ്ങേ ബുദ്ധിമുട്ടിച്ചതുമായിട്ട് കുറച്ച് പിന്നോട്ട് മാറുകയും ഒപ്പം അങ്ങേ ഒതുക്കുകയും കൂടെ ചെയ്യുന്ന സമയത്തല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത്. നമ്മൾ പിന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് ഒത്തിരി മുന്നിലായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ അമിതമായിരുന്നു. കാരണം ഒരു സാധാരണ ഒരു പാർട്ടി പ്രവർത്തകൻ ചെയ്യുന്നതിനപ്പുറത്തോട്ട് നമ്മുടെ ജീവിതം കളഞ്ഞ് പാർട്ടിക്ക് വേണ്ടി നിന്നു എന്നുള്ളതാണ് അന്നത്തെ ഒരു സാഹചര്യം. ഞാൻ പറഞ്ഞല്ലോ, 2005 ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച ഞാൻ 2010 ശാസ്താംകോട്ട ഡിവിഷനിൽ താമസിക്കുമ്പോൾ അന്ന് ഞാൻ മാറിക്കൊടുത്ത ഒരാളാണ്. അപ്പൊ എന്റെ വ്യക്തിപരമായ താല്പര്യത്തിന് ഒരിക്കലും രാഷ്ട്രീയത്തിൽ എന്റെ സ്വാധീനം ഞാൻ ഉപയോഗിച്ചിട്ടില്ല, മറ്റുള്ളവരെ ആക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു 2010 ഇവിടുത്തെ സാഹചര്യം, അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ മുതിർന്ന നേതാക്കൾ, കോൺഗ്രസിൽ എപ്പോഴും മുതിർന്ന നേതാക്കളുടെ ഒരു പ്രത്യേക അവരുടെ ഒരു അജണ്ടയുണ്ട്. പുതിയ ആളുകളെ അങ്ങോട്ട് പദവികളിലേക്ക് എത്താൻ അവർ സഹായിക്കാറില്ല, അല്ലെ സമ്മതിക്കത്തില്ല. പക്ഷെ ഇപ്പൊ ഒത്തിരി മാറിപ്പോയി. അന്നത്തെ സമയത്ത് 2010 ശ്രീ വേണുഗോപാലക്കുറുപ്പിനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കണം എന്നുള്ളൊരു നിലപാടാണ് ഇവിടുത്തെ ഭൂരിപക്ഷം മുതിർന്ന നേതാക്കളും എടുത്തത്. പക്ഷെ അന്ന് ശ്രീ ശൂരനാട് രാജശേഖരൻ, അന്നത്തെ ശ്രീ ശൂരനാട് രാജശേഖരൻ, അദ്ദേഹത്തോട് ഞാൻ അങ്ങനെയല്ല, പുതിയ തലമുറയ്ക്ക് അവസരം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ, അതിനകത്ത് ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അന്ന് 8 പഞ്ചായത്ത് കിട്ടി. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് ശ്രീ വൈ ഷാജഹാനെ നിയോഗിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയും അപ്പോൾ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ശ്രീ YA സമദ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ അങ്ങനെ ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ട് എന്ന് ചിലരൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി YA സമദ് സാറിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ രാജി എഴുതി വാങ്ങിയത് ഞാനാണ്. അദ്ദേഹത്തോട് ഇങ്ങനെ രാജി എഴുതി വാങ്ങി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ ഒരു അവസരം ഉള്ളപ്പോൾ അതിന്റെ രാജി എഴുതി വാങ്ങി അന്ന് രാത്രി ഉറങ്ങാതെ തിരുവനന്തപുരത്ത് KPC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല അവരെ കണ്ട് അതിന് പകരം ശ്രീ തുണ്ടിൽ നൗഷാദിന് ചാർജ് വാങ്ങിക്കൊടുത്ത് അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ ആ 2010 യുവജനങ്ങളുടെ അല്ലെങ്കിൽ കുന്നത്തൂരിലെ കോൺഗ്രസിന്റെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. ഈ സുവർണ കാലഘട്ടം എന്ന് പറയുമ്പോഴും ഈ പ്രാദേശിക തലത്തിൽ ഈ പറയുന്ന ലോക്കൽ ബോഡി, അതായത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള വിജയങ്ങൾ 2010 ഉണ്ടെന്ന് പറയുമ്പോഴും ഇവിടെ നിയമസഭയിൽ അമ്പേ പരാജയപ്പെടുകയാണ്. ഈ പ്രസ്ഥാനം കൂട്ടൊരുമയായിട്ട് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു MLA ജയിപ്പിച്ചെടുക്കുവാൻ സാധിക്കുന്നില്ല.
ഈ പറയുന്ന ഇത്രയധികം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് മുഴുവനും, പ്രത്യേകിച്ചും കൊല്ലത്ത് പോലും ഇടതുപക്ഷത്തിന്റെ കോട്ട, അതായത് കൊല്ലം നഗരസഭയിൽ പോലും മുനിസിപ്പൽ കോർപ്പറേഷനിൽ പോലും ഈ പറയുന്ന LDFന്റെ കോട്ട തകർന്നു വീണ് UDF ജയിക്കുമ്പോൾ ശരിക്കും ബേസുള്ള കുന്നത്തൂരിൽ പല നേതാക്കന്മാരും മത്സരിച്ചെടുത്തു പരാജയപ്പെടുത്തുവാൻ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഭയങ്കര പ്രവർത്തനങ്ങൾ നടന്നു എന്ന് വലിയ ആരോപണങ്ങൾ ഉണ്ടാവുന്നു. അങ്ങയുടെ ഉൾപ്പെടെയുള്ള വോയിസുകൾ വളരെ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. അങ്ങയുടെ വോയിസ് തന്നെയല്ലേ അതൊക്കെ? അത് വളരെ, അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് ഏറ്റവും വലിയ വേദന തോന്നുന്ന ഒരു കാര്യം. 2010 വേണുഗോപാലക്കുറുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വന്നപ്പോൾ ശ്രീ വൈ ഷാജഹാനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ നിന്ന ഒരാളാണ് ഞാൻ. 2012 ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ 40 വിദ്യാർത്ഥികൾക്ക്, KSUവിൻ്റെ വിദ്യാർത്ഥികൾക്ക്, ഹയർ സെക്കൻഡറിയുടെ യൂണിറ്റ് സെക്രട്ടറിമാരടക്കം 40 വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ വാങ്ങി നൽകുന്നതിന് മുൻപന്തിയിൽ ഞാൻ നിന്നു. എൻ്റെ ഒറ്റ പ്രയത്നഫലമാണ്. അത് അവർക്കൊക്കെ ഇന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അയക്കുന്ന ഹാഷിം സുലൈമാൻ, സുഹൈൽ അൻസാരി, സിയാദ് അടക്കം അന്ന് 28 കുട്ടികൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട, ഈ സമുദായം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും വേദന ഉണ്ടായ ഒരു സംഭവമാണ്. ഒരാളെ ആക്രമിക്കുമ്പോൾ സമുദായത്തിന്റെ പേരെടുത്ത് വെച്ച് ആക്രമിച്ചാൽ അതിന് വലിയ വ്യാപ്തി അല്ലെങ്കിൽ പ്രചരണം കിട്ടും എന്നുള്ളത് ഉപയോഗിച്ച് അത് വളരെ വേദനയുണ്ടായ കാര്യം. അപ്പം അന്ന് 28 കുട്ടികൾ അന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. ദേവസ്വം ബോർഡ് കോളേജിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട 28 കുട്ടികൾ അഡ്മിഷൻ കിട്ടി എന്ന് പറയുമ്പോൾ അവിടെ SFIയും ABVP അടക്കമുള്ള സംഘടനകൾ, ക്യാമ്പസ് ഫ്രണ്ടുകാരെ ഞാൻ അഡ്മിഷൻ കൊടുത്തു. ഒരു ജാതീയമായ പരാമർശം അവിടെ വന്നതാണ് ഏറ്റവും വലിയ വേദന ഉണ്ടാക്കിയ കാര്യം. അതിനകത്ത് മാത്രമല്ല, അതിനകത്ത് നടത്തിയ ഒരു ക്രൂക്കഡായിട്ടുള്ളൊരു രീതി എന്ന് പറഞ്ഞാൽ, കൈരളി പോലൊരു ചാനലിന് അതിന്റെ വാർത്ത കൊടുത്തിട്ട് ഞാനുമായിട്ട് സംസാരിച്ച ഇയാൾ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ്, കാരണം എങ്കിലെല്ലാം കൈരളിക്ക് ഒരു താല്പര്യം പെടുത്തുള്ളൂ. കോൺഗ്രസും BJPയുമായിട്ട് കൂട്ടുചേരുന്നു, കോൺഗ്രസിന്റെ DCC ജനറൽ സെക്രട്ടറിയായ ഞാനും യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചു എന്ന തരത്തിൽ ഒരു കോൺഗ്രസ്. സംസാരിക്കുന്നതിന് എന്താണ് കുഴപ്പം? അല്ല, സംസാരിച്ച് ഒരാളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള തരത്തിലാണ് ആ വാർത്ത വന്നത്. അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്ന ആർക്കും മനസ്സിലാകും. ഞാൻ അയാളോട് ചോദിക്കും, ഞാൻ ആ വാർഡിൽ, ഈ പറഞ്ഞ വിവാദമായ ആ വാർഡിൽ കോൺഗ്രസിന്റെ മുൻ ബ്ലോക്ക് പ്രസിഡന്റ്, ഞാനുമായിട്ട് ഭൂപണി ബാങ്കിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നാളായിട്ട് മാനസികമായിട്ട് അകൽച്ചയുള്ളയാളാണ്. ആ വാർഡിൽ ഞാൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോൾ ഒരു കിംവദന്തി അത് ഉണ്ടായതിനെ തുടർന്ന് വാർഡിലെ പ്രധാനപ്പെട്ട 6ഓളം പ്രവർത്തകരെ വിളിച്ച് 7ാമത് വിളിച്ചയാളാണ് ഇയാൾ. ഇയാൾ പാർട്ടിയുടെ സജീവ നേതാവൊന്നുമല്ല, പാർട്ടിയുടെ ഇന്നലകളിൽ പാർട്ടിയുടെ ഒരു പദവിയിലും ഉള്ളതല്ല, ഈ ഇലക്ഷന് അദ്ദേഹത്തോടൊപ്പം നിന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ. അപ്പൊ ഇങ്ങനെ ഒരു പേര് വന്നപ്പോൾ ഇയാളിനെ ഞാൻ ഫോൺ വിളിക്കുന്നു, ആ ഫോൺ എടുക്കുന്നില്ല. തിരിച്ച് 2ാമത് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്, ആ ഫോൺ ഒരിക്കലും ഫോണിൽ റെക്കോർഡ് ചെയ്തതല്ല. പർപ്പസ് ആയിട്ട് ഈ പറഞ്ഞ ഇങ്ങനെ ഒരു അഭിപ്രായം പറയാനോ ഇങ്ങനെ ശക്തിക്ക് പറയാനോ ഒന്നും കഴിവുള്ള ഒരാളല്ലെന്ന് ആ നാട്ടിൽപ്പെട്ടവർക്കൊക്കെ അറിയാം. അത്രയൊരു എബിലിറ്റി ഉള്ള ഒരാളോട് അങ്ങനെ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ മറ്റൊരു ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്ത് തിരിച്ച് എന്നെ വിളിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞ ശബ്ദങ്ങളില്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഞാൻ നിന്നോട് പറഞ്ഞോ ഇങ്ങനെ ഇന്ന ആൾക്കെതിരെ വോട്ട് ചെയ്യാനെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ മറ്റൊരാരുടെയെങ്കിലും പ്രേരണയിൽ ഇത് പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ വോയിസ് ആണ് പിന്നീട് മൊത്തം ഉള്ളത്. ഒരു ഫോൺ വെച്ച് ഒരു ട്രാപ്പ്, ഈ പറയുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുന്ന ഒരാളാണ്. അയാൾക്ക് പാർട്ടിയായിട്ട് യഥാർത്ഥത്തിൽ മുൻപ് യാതൊരു ബന്ധവുമില്ല, പാർട്ടിയുടെ ഒരു ഭാരവാഹിത്വത്തിൽ അങ്ങനെ ബന്ധമില്ലാത്ത ഒരാളെ അങ്ങ് വിളിക്കേണ്ട കാര്യം അല്ലെ. ഞാൻ പ്രധാന പ്രവർത്തകരായി നിന്ന 5-6ഓളം പേരെ ഞാൻ അതിനു മുമ്പ് വിളിച്ചു. അവരൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല, ഞങ്ങളോട് പറഞ്ഞില്ല. 6ാമത് ഈ പേര് പറഞ്ഞത് കൊണ്ടാണ്, ഈ പേരുകാരനെ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചത്. ഇപ്പൊ നമ്മൾ ഒരാളോട് അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വിളിച്ചാൽ ഇപ്പൊ നമ്മൾ ഒരാളോട് പറഞ്ഞു, അപ്പൊ നമുക്ക് അടുപ്പമുള്ള ഒരാളോട് പറഞ്ഞാൽ നമ്മൾ ഫോൺ ചെയ്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നൊന്നും അറിയത്തില്ലല്ലോ. നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും, ഞാൻ നിന്നോട് പറഞ്ഞത് നിന്നോട് രഹസ്യമായിട്ട് പറഞ്ഞതല്ലേ, നീ എന്തുകൊണ്ടാണ് വേറൊരാളോട് പറഞ്ഞേ എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. ആരായാലും ഏതൊരു മനുഷ്യനായാലും. പക്ഷെ ഞാൻ അവിടെ ചോദിച്ചേക്കുന്നത് അങ്ങനെയല്ല, നിന്നോട് ഞാൻ പറഞ്ഞോ എന്നാ ചോദിച്ചത്. കാരണം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ആ ചോദ്യം മറച്ചിട്ട് കൈരളി ചാനലിൽ വെച്ചേക്കുന്ന ഒരു കാര്യം, കൈരളി ചാനൽ അതിന് ശേഷമുള്ള അയാൾ ഇങ്ങോട്ട് പറയണം, എന്റെ ഒരു വോയിസ് ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞ വോയിസ് ഇല്ല. ആ വോയിസ് പ്രധാനപ്പെട്ട ഇവിടെ സംഘപരിവാർ സംഘടനയുടെ യുവജന ഭാവവുമായി ബന്ധപ്പെട്ട ഒരാളുടെ വോയിസ് ആണെന്നും അതുമായി ബന്ധപ്പെട്ട് ആ സംഘടനയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അയാൾ യഥാർത്ഥത്തിൽ അങ്ങനെ വിളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് അയാൾ അല്ലെങ്കിൽ തുറന്നു പറയാം. പക്ഷെ അദ്ദേഹത്തിന്റെ വോയിസ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ പറയുന്നത് ഈ പറയുന്ന സംഘപരിവാർ സംഘടനയിലെ വ്യക്തിയാണ് വിളിച്ചേക്കുന്നത്. അദ്ദേഹം ക്രൂരമായി ഈ പ്രശ്നങ്ങളിൽ വേട്ടയാടുന്നുണ്ട് എന്നാണ് ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതിനകത്തുള്ള യാഥാർത്ഥ്യം, ഈ വിളിച്ചേക്കുന്ന വ്യക്തി നിങ്ങൾ പറയുന്ന കോൺഗ്രസ്സുകാരൻ തന്നെയാണോ അതോ
ഈ പറയുന്ന പിന്നെ സംഘപരിവാറുകാരനാണോ എന്നുള്ളത് കൃത്യമായിട്ടും ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു പക്ഷേ അയാൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും അത് വ്യക്തമായിട്ട് കേട്ടാൽ മനസ്സിലാവില്ല. ആ ഫോൺ സംഭാഷണം തുടങ്ങുന്നത് ഞാൻ നിന്നോട് ഇല്ലില്ല, അതിനകത്ത് ആ ഫോൺ സംഭാഷണം ഞാനും കേട്ടതാണ്. ഒരു കോൺഗ്രസ്സുകാരനും ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ടാണ് നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. സാധാരണ സംഘപരിവാർ സംഘടനയിൽപ്പെട്ട വ്യക്തികളാണ് നമസ്തേ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാറുള്ളത്. അത് തന്നെയാണ് ഇന്ന് ഈ പറയുന്ന സംസാരിച്ചത്. പരിവാർ സംഘടനയിൽപ്പെട്ട പിന്നെ ഒരു നേതാവിനോടാണ് സംസാരിച്ചത് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ആരോപണത്തെ നേരിടേണ്ടി വരുന്നത്. അതിനകത്ത് ശരിയും തെറ്റും ഈ പറഞ്ഞയാൾ മുൻപ് സംഘപരിവാർ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാൾ. ഞാൻ പറഞ്ഞില്ല, ഞാൻ സംസാരിച്ച ആൾ നിലവിൽ ആ 19-ാം വാർഡിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. 19-ാം വാർഡിൽ നിലവിൽ. അതിനു മുമ്പ് കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കോൺഗ്രസുമായിട്ട് ഇതുവരെ യാതൊരു ബന്ധവും ഇല്ലാത്ത വ്യക്തിപരമായ ഒരു താല്പര്യത്തിൽ അവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവ് ഡെപ്യൂട്ടി ചെയ്ത് കൊടുത്തൊരു നേതാവാണ്, ഒരു പ്രവർത്തകനാണ് അവിടുത്തെ എന്ന് പറഞ്ഞാൽ. ഞാനത് കൃത്യമായിട്ട് പറഞ്ഞാൽ ശാസ്താംകോട്ട കാർഷിക വികസന ബാങ്കിന്റെ പ്രസിഡന്റ് ആകാൻ ഈ 19-ാം വാർഡിലെ സ്ഥാനാർത്ഥി പരിവാർ സംഘടനയിൽപ്പെട്ട ആളെ അല്ല അങ്ങ് വിളിച്ച് സംസാരിച്ചല്ല. അയാൾ മുമ്പ് പരിവാർ സംഘടന, അതിനകത്ത് അയാൾ പിന്നീട് ഇങ്ങോട്ട് പറയുന്നുണ്ടല്ലോ, ഇപ്പൊ ഇവിടുത്തെ ഒരു പരിവാർ സംഘടനയുടെ നേതാവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതൊരു ഫ്ലോ ആണ്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഒരാളെ ഫോൺ സംഭാഷണം ചെയ്യുമ്പോൾ അയാളുടെ ഫോണിൽ റെക്കോർഡ് ചെയ്തതല്ല, ഒരു 4-5 പേർ ചേർന്നിരുന്നു കൊണ്ട് മറ്റൊരു ഫോണിൽ റെക്കോർഡ് ചെയ്ത് ആ സംഭാഷണം മാത്രമാണ് തുറന്ന് കേൾക്കുന്നത്. അതിനകത്ത് ഞാൻ ഇന്ന ആൾക്ക് സ്ഥാനാർത്ഥി ഇങ്ങനെ കൊടുക്കരുതെന്ന് പറയുന്നില്ല. അത് ഞാൻ പറഞ്ഞില്ല. എനിക്ക് അതിനകത്ത് ഏറ്റവും വേദന ഉണ്ടായത്, നമ്മളെ ഈ പിന്നിൽ നിന്ന് കുത്തുന്നത് അത് സ്വാഭാവികം. ഈ പറഞ്ഞ ആളുകൾ ഇന്ന് എല്ലാ എതിർ രാഷ്ട്രീയക്കാരോട് ചോദിച്ചാലും ഈ ആളുകൾ പിന്നിൽ നിന്ന് കുത്തുന്നതിൽ മിടുക്കരാണ് എന്ന് അവർക്കൊക്കെ മനസ്സിലാവും. പക്ഷെ നമ്മൾക്ക് അതിനകത്തൊരു വന്നൊരു ഏറ്റവും വലിയ വേദന, കൈരളി പോലൊരു ചാനലിന് ഇങ്ങനെ ഒരു യുവമോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാക്കി കൊടുത്ത് അങ്ങനെ ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കി കോൺഗ്രസിനെ ഡാമേജ് ചെയ്തു ആ വാർത്ത. ഞാൻ DC ജനറൽ സെക്രട്ടറി എന്നുള്ള കാര്യത്തിൽ എനിക്ക് പാർട്ടിയുടെ പദവിയുള്ളൂ, ഞാൻ വ്യക്തിയല്ല. അപ്പൊ അത് കോൺഗ്രസിനെ വലുതായിട്ട് ഡാമേജ് ചെയ്യാൻ കൈരളി ചാനലിന് ഉപയോഗിക്കാൻ കൊടുത്തു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു സംഭാഷണമില്ല, അങ്ങനെ ഒരു പ്രവർത്തനം. ഞാൻ വളരെ ചോദിക്കട്ടെ, നമ്മൾ പൊതുപ്രവർത്തകരായി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് അട്ടിമറിക്കുന്നതിന് സ്വന്തം കാറിൽ പരസ്യമായിട്ട് പോകും. ഒരു പ്രദേശത്ത് പട്ടാപ്പകലിൽ ഒരു തെരഞ്ഞെടുപ്പ് വോട്ട് നമ്മളൊക്കെ ഇലക്ഷൻ പ്രവർത്തനം എത്രയോ വർഷങ്ങളായിട്ട് നടത്തുന്ന ആളുകളാണ്. ഒരേ പ്രദേശത്ത് ഒരു പക്ഷേ എതിർ രാഷ്ട്രീയക്കാരൻ്റെ ആയാലും ഏത് തരത്തിലായാലും നമ്മൾ അതീവ രഹസ്യമായിട്ടാണ് ആ സ്ഥലങ്ങളിൽ എത്തുന്നത്. നമ്മൾ അതിപ്പോ പരാജയപ്പെടുത്തണമെന്ന് കാണില്ല, എതിരാളികളുടെ മനസ്സിൽ ഒരു ഭീതി ജനിപ്പിക്കാനായാലും കാർ കൊണ്ടുപോയാലും മതി. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അവിടെ അത് എതിരാളികളുടെ ഭീതി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ പ്രദേശത്ത് സ്ഥിരമായിട്ട് പോകുന്നതാണ്. പക്ഷെ ഇന്നലകളിൽ എനിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു, അല്ലെ എന്നെ ഒരുപാട് ദ്രോഹിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ തിരിച്ച് ചെയ്യുമെന്നുള്ളത് നമ്മൾ എനിക്ക് അതിനകത്ത് വ്യക്തിപരമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ നോക്കിക്കണ്ടപ്പം ഈ പറയുന്ന വാർഡിൽ സത്യത്തിൽ നിങ്ങളൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഇറങ്ങുന്നു എന്ന് തോന്നി. പുള്ളി കുറേയും കൂടെ പ്രവർത്തനത്തെ കുറേയും കൂടെ കാര്യക്ഷമമാക്കി പുള്ളിയുടെ വോട്ടും കാര്യങ്ങളും കൂട്ടി ജയിപ്പിക്കുവാൻ അതൊരു കാരണമായി എന്നുള്ളതൊന്നുമല്ല. അതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൽ 2-3 നയങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് വന്നാലും എന്ത് ചെയ്താലും ജയിക്കാൻ ശ്രമിക്കുന്നതാണ്. ഈ ആളിനെ കുറിച്ച് കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരസ്പരം കോൺഗ്രസിന്റെ കൈപ്പത്തി കിട്ടേണ്ട വോട്ട് പല വാർഡുകളിലും തിരിച്ചു കൊടുത്ത് ഈ പറയുന്നത് പോലെ ജയം വാങ്ങിയെന്ന് പരാതിയുണ്ട്. ഇപ്പൊ കൂടെ നിന്നവരൊക്കെ ഇപ്പൊ മാറി നിന്നപ്പോഴാണ് അത് പറയുന്നത്. തിരിച്ച് ഈ പറഞ്ഞ ആ പരാതി കേട്ടത് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പരാതികൾ കൂടുതൽ ഉയർന്നു വന്നത്. കാരണം അന്ന് കൂട്ടത്തിൽ നിന്ന പലരും ഇപ്പൊ മാറി നിൽക്കുന്നു. അങ്ങയുടെ കൂട്ടത്തിലായിരുന്നു, അല്ല എന്റെ കൂട്ടത്തിലല്ല. അന്നും ഈ 2015 തർക്കവുമായിട്ട് ബന്ധപ്പെട്ട അന്ന് ഞങ്ങൾ വിരുദ്ധമായി പാർട്ടിക്കകത്ത് 2 അഭിപ്രായത്തിൽ നിന്നവരാണെങ്കിൽ പോലും എന്റെ പേര് വെച്ച് അദ്ദേഹത്തിന് വിരുദ്ധമായിട്ട് ഒരു വോട്ട് ക്യാമ്പയിനിങ് നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ വാർഡിലെ ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിലെ പല മേഖലകളിലും സംസാരിക്കാൻ പോയ ഒരാളാണ് ഞാൻ. പക്ഷെ അന്നത്തെ പിന്നീടാണ് നമ്മൾ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ശാസ്താംകോട്ട 13-ാം വാർഡ് 14-ാം വാർഡ് അങ്ങനെ പല വാർഡുകളിലും ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ചില വോട്ട് കൈമാറ്റം നടന്നു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഈ പ്രാവശ്യം നടന്നു, ഇപ്രാവശ്യമല്ല കഴിഞ്ഞ പ്രാവശ്യം നടന്നു എന്ന് കേൾക്കുന്നുണ്ട്. ഇപ്രാവശ്യം അതിന് ശ്രമങ്ങൾ നടന്നു. അത് ആദ്യമേ ചിലരൊക്കെ ഇടപെട്ട് അതൊക്കെ ഒഴിവാക്കി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജയം തോൽവി എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ പറയാം, അവിടുത്തെ വാർഡ് പ്രസിഡന്റ് കോൺഗ്രസ് കമ്മിറ്റി നാളെ അത് എതിർത്താലും തർക്കമല്ല ചോദിച്ചപ്പോൾ പറഞ്ഞാണ് ഇന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞാൻ മത്സരിക്കില്ല എന്ന്. ഈ പറഞ്ഞ സ്ഥാനാർത്ഥി ഇന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞാൻ മത്സരിക്കില്ല, ഇന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ മത്സരിക്കാം. അപ്പൊ അതിനൊക്കെ ഒരുപാട് അടിയൊഴുക്കുകളുണ്ട് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥലത്തേക്ക്. ഇതും ഈ പറഞ്ഞ ആളുടെ വാർഡല്ലല്ലോ. ഇപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ എന്നെ ഇതിനകത്ത് കരുവാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പ്രവർത്തകർ മൊത്തത്തിൽ എതിരായിട്ടുണ്ട്. കാരണം ആർക്കെതിരായി? ഈ പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് മോഹവുമായിട്ട് ഇറങ്ങി സാധാരണ പ്രവർത്തകർ. പഞ്ചായത്ത് പ്രസിഡന്റ് മോഹം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് പ്രത്യേകിച്ച് UDF വേണ്ടി പ്രവർത്തിച്ച, അതും UDF ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കോൺഗ്രസിന്റെ
നേതാക്കന്മാരെ മത്സരിച്ചവരെല്ലാം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്താംകോട്ട പഞ്ചായത്തിൽ ഞാൻ ഒന്നാം വാർഡിൽ മത്സരിച്ച അനിൽ പനപ്പട്ടി, അദ്ദേഹത്തിന് കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹം. അതുപോലെ തുണ്ടിൽ നൗഷാദ്, അതുപോലെ ടൗൺ വാർഡ് മത്സരിച്ച ഡൂർദി കുട്ടി, അതുപോലെ കുട്ടൻ മെമ്പർ, ഇവരൊക്കെ തന്നെ വളരെ ഒരുപറ്റം സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, ഇവരൊക്കെ തന്നെ പഞ്ചായത്ത് പനപ്പട്ടി അനിൽ മത്സരിച്ചത് സ്വന്തം വാർഡിലാണ്, മുൻപ് പഞ്ചായത്ത് മെമ്പറായിരുന്ന വാർഡിലാണ്. ഡൂർദീൻ കുട്ടി മത്സരിച്ചത് സ്വന്തം വാർഡിലാണ്. ബിനോയ് എന്ന് പറയുന്ന കുട്ടൻ മെമ്പർ മത്സരിച്ചത് സ്വന്തം വാർഡിലാണ്. പക്ഷെ 19-ാം വാർഡിലെ സ്ഥിതി അതല്ല. ഞാൻ പറഞ്ഞത് ഒരാളുടെ പഞ്ചായത്ത് അല്ല. ഈ സുഗല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ വർഷം മത്സരിക്കുന്ന വാർഡിൽ ഒരു കാരണവശാലും അടുത്ത വർഷം ഒരു ആളിന് മത്സരിക്കാൻ പറ്റത്തില്ല. സ്വന്തം വാർഡിലോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വാർഡുകളോ മാറിയെന്ന് മത്സരിച്ചിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വനിതാ സംവരണം വരുന്നു, അല്ലെങ്കിൽ പട്ടികജാതി സംവരണം വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വാർഡ് ഷിഫ്റ്റ് ചെയ്ത് മത്സരിക്കേണ്ടി വരും. അപ്പൊ നിങ്ങളുടെ ഒരു പാർട്ടി സംവിധാനം അങ്ങനല്ല. നമുക്ക് ഒരു ഈ 19-ാം വാർഡിൽ, ഈ പറയുന്ന 19-ാം വാർഡിൽ അവിടെ ആരും ഇല്ലായിരുന്നോ UDF മത്സരിക്കാൻ? ഞാൻ പറഞ്ഞല്ലോ, ചില സ്വാധീനങ്ങൾ ചിലർക്ക് മത്സരിക്കാൻ വേണ്ടി. ഇപ്പം കുന്നത്തൂർ 14-ാം വാർഡിൽ വേറെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കുന്നത്തൂർ പ്രസാദ് മത്സരിക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ കോർ കമ്മിറ്റിയിൽ ഞാൻ ഈ ശാസ്താംകോട്ട പഞ്ചായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ശാസ്താംകോട്ട പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനായിട്ടാണെങ്കിൽ ഈ പറഞ്ഞ മുൻ മെമ്പറായിരുന്ന അനിൽ പനപ്പട്ടി, മുൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ്. ഞാനതല്ല ചോദിക്കുന്നത്. ഈ 19-ാം വാർഡിൽ ആളുണ്ടായിരുന്നു. എങ്ങനെ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം എങ്ങനെയല്ല? അങ്ങനെയല്ല, അത് ചില ആളുകൾ സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വാർഡ് എക്സിക്യൂട്ടീവിൽ നിന്നും KPCCയുടെ കൃത്യമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സ്ഥാനാർത്ഥികളുടെ പേര് ഒരു സ്ഥാനാർത്ഥിയിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് വന്നാൽ അത് അംഗീകരിക്കും. ഒന്നിൽ കൂടുതലാണെങ്കിൽ അതിന് നിയോജകമണ്ഡലം കോർ കമ്മിറ്റി, വാർഡ് കോർ കമ്മിറ്റിയിൽ നിന്ന് മണ്ഡലം കോർ കമ്മിറ്റിയിലേക്ക്. പറഞ്ഞ വാർഡിൽ എത്ര പേരുടെ നിർദ്ദേശം? അല്ല, അതിനകത്ത് അവിടെ പുതിയൊരു വാർഡായിരുന്നു. അവിടെ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളൊക്കെ പലരും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഈ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചതാണ്. അതിന് 12-ാം വാർഡ് അല്ല, പ്രത്യേകിച്ചും ആ വാർഡ് തീർത്തും LDF അനുകൂലമായ ഒരു വാർഡ്. അതല്ലേ പറഞ്ഞു, പ്രത്യേകിച്ച് ഒരു UDF കാരൻ മത്സരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർഡാണ് ആ വാർഡ്. ആ വാർഡിന്റെ ഒരു പിക്ചർ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അല്ല, അവിടെ വന്ന് നിന്ന് ഇത്രയും പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം ജയിക്കുക പറയുമ്പോൾ അത് കൊച്ചു കാര്യമാണ്. അതല്ല ഞാൻ പറഞ്ഞത്. അവിടെ അതിനകത്ത് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സ്, ഇന്ന ആളാണെങ്കിൽ ഞാൻ മത്സരിക്കില്ല എന്ന് പറയുമ്പോൾ എന്റെ അർത്ഥം എന്തുവാ? അയാളോട്ടൊരു ധാരണ ഉണ്ടെന്നുള്ള. അപ്പൊ അതൊക്കെ പുറത്ത് ഞാൻ പറഞ്ഞത്, നമ്മളൊരു പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട ആളെന്നുള്ള തരത്തിൽ ഒരുപാട് പറയാൻ പരിമിതികളുണ്ട്. അത് കേരള KPCC തലത്തിൽ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളും കുന്നത്തൂര കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു KPCCയുടെ സമിതി വരണം എന്ന് തന്നെയാണ് ഇവിടുത്തെ പ്രവർത്തകരുടെ ആഗ്രഹം. ആരെയെങ്കിലും ഒക്കെ പഴിചാരി കാലങ്ങളായിട്ട് 2015-ലും 20-ലും 25-ലും ഒക്കെ സ്ഥാനാർത്ഥി നിർണ്ണയം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നടത്തും. പരാജയം വരുമ്പോൾ ആരെയെങ്കിലും ഒക്കെ പഴിചാരുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കുറച്ച് കാലഘട്ടം. പക്ഷെ അതൊന്നും ഉണ്ടാവത്തില്ല. ഈ 19-ാം വാർഡിൽ അടക്കം 19-ാം വാർഡിൽ ഞാൻ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥിത്വത്തിന് മറ്റാളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരെയൊക്കെ അത് സംഘടനാപരമായ രീതിയിൽ മാറ്റിക്കൊണ്ട് ഞാൻ അതിനകത്ത് വാർഡ് കോൺഗ്രസ് അവർ നിന്നായിരുന്നു ജയിച്ചേനെയോ? അവര് നിന്നായിരുന്നതിൽ ജയവും തോൽവിയും ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ ശ്രീ രാജ്ഭവൻ കൊണ്ടെത്താൻ അങ്ങൊരു കോൺഗ്രസ്സുകാരനാണ്. അല്ല, കാസർഗോഡ് ഞാനൊരു കാര്യം പറയട്ടെ, കാസർഗോഡ് മത്സരിക്കാൻ പോയി, ആരും ജയിക്കുമെന്ന് വിചാരിച്ചില്ല. പാലക്കാട് അവിടുത്തെ MP ശ്രീകണ്ഠൻ അവിടെ മത്സരിച്ച് ജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇലക്ഷൻ കഴിഞ്ഞിട്ട് റിവ്യൂവിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മീറ്റിംഗ് നടക്കുമ്പോൾ അദ്ദേഹം ജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന നേതാക്കളെല്ലാം ചിരിച്ചു. കാരണം പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ ജയിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ ശ്രീകണ്ഠൻ അവിടെ MP ആയി. ഞാൻ പറഞ്ഞത് അപ്പൊ ജയവും തോൽവിയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ അന്നേരം മാറി മറിയുന്നതാണ്. അല്ല, കേരളത്തിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ശക്തമായ ഒരു രാഷ്ട്രീയ ഒഴുക്കിലാണ്, ഒരു UDF തരംഗത്തിലാണ് ഈ പറയുന്ന 20-ൽ 19 ജയിക്കുക. ഇപ്പോഴല്ല, തൊട്ട് മുമ്പത്തെ പ്രാവശ്യമാണ്. ഈ തരംഗം ഇന്ദിരാഗാന്ധി മരിച്ച തരംഗത്തിൽ പോലും 17-ൽ അന്ന് ജയിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും ഈ നമ്മള് മാറി നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു 2010-ൽ ഇവിടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ജനറലായി വന്നു. മത്സരിക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു. എനിക്ക് ആളുകളെ പരമാവധി ജയിപ്പിക്കുക. എന്റെ ഒരു വലിയ വേദനയുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്റെ അച്ഛൻ 3 പ്രാവശ്യം പഞ്ചായത്ത് മെമ്പറായിരുന്ന, പഞ്ചായത്ത് പ്രസിഡന്റായ, എൻ്റെ അമ്മ പഞ്ചായത്ത് മെമ്പറായ എൻ്റെ കുടുംബം നിൽക്കുന്ന വാർഡ് കഴിഞ്ഞ ഒരു പ്രാവശ്യം LDFും ഒരു പ്രാവശ്യം BJPയും ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാനൊക്കെ അവിടെ നിന്ന് വിട്ടുപോയിരുന്നു. അച്ഛൻ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ അച്ഛൻ പ്രവർത്തനത്തിൽ നിന്ന് സജീവമാവാതെ വന്ന സാഹചര്യത്തിൽ ആ വാർഡ് തിരിച്ചു പിടിക്കുക എന്നുള്ളത് പല മേഖലകളിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ വാർഡ് ഇങ്ങനെ ഒരു പോയിരിക്കുന്നു. തന്നെ അച്ഛൻ മത്സരിച്ചപ്പോഴും അമ്മ മത്സരിച്ചപ്പോഴും കിട്ടിയ വാർഡിനെ വേറൊരാൾ മത്സരിക്കുമ്പോൾ ജയിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഒരു പരാജയമാണ് എന്ന് മറ്റൊരാൾ പറഞ്ഞാൽ പോലും അത് നമ്മൾ അംഗീകരിക്കേണ്ടതുകൊണ്ട് ആ വാർഡ് ജയിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായിരുന്നു. അത് നമ്മൾ
ഈ പറഞ്ഞ അത് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകരുടെ എല്ലാം ശക്തമായി നല്ലൊരു സ്ഥാനാർത്ഥി അവിടെ നമുക്ക് മത്സരിപ്പിക്കാൻ കഴിഞ്ഞു. യഥാർത്ഥ പ്രവർത്തകരുടെ എണ്ണം കുറവായിരുന്നു, പക്ഷേ ആ പ്രവർത്തകരെ വെച്ച് നമുക്കത് മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ കഴിഞ്ഞു. അതായിരുന്നു ഇപ്രാവശ്യത്തെ നമ്മുടെ പഞ്ചായത്തിന്റെ ലക്ഷ്യം. പിന്നെ ഈ പടിഞ്ഞാറേക്കല്ലട പോലെയുള്ള പഞ്ചായത്തിൽ അവിടുത്തെ പ്രവർത്തകരുടെ വേതനം അതവിടെ ജയിച്ചെന്ന് പറയുമ്പോൾ പോരുവഴിയും അമ്പേ പരാജയമായിരുന്നു. പോരുവഴിയിൽ അന്ന് വേറെ ഒരുപാട് ഘടകങ്ങൾ നമുക്ക് മുൻപ് കോൺഗ്രസ് ജയിച്ചിരുന്ന വാർഡുകളൊക്കെ പരാജയപ്പെടുന്ന സാഹചര്യം, ചില അവിടുത്തെ അടിയൊഴുക്കുകൾ, അതിപ്പോ അതിനെക്കുറിച്ച് പാർട്ടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വഴി 12 മുതൽ 16 വരെയുള്ള വാർഡുകൾ കോൺഗ്രസ് ചർച്ചകൾക്കൊക്കെ തന്നെ നിങ്ങളിൽ ഒരു ഐക്യവും സമാനതയൊക്കെ ഉണ്ടോ ഇപ്പോൾ? അതോ ഈ ഒരു അകലം ഇപ്പോഴും ഉണ്ടോ? പാർട്ടിയിൽ ഈ പറഞ്ഞ പോലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ. നമ്മൾ ഈ പറഞ്ഞ അധികാരത്തോടുള്ള ആർത്തിയാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ, ശാസ്താംകോട്ട പഞ്ചായത്തിൽ ശ്രീ പി നൂറുദ്ദീൻകുട്ടി മത്സരിക്കാൻ തയ്യാറായിരുന്നു. ശ്രീ ബിനോയ് സ്വന്തം വാർഡിൽ മത്സരിക്കുന്നു. ശ്രീ അനിൽ പനപ്പെട്ടി മത്സരിക്കുന്നു. എന്തായാലും അവരിൽ ആരെങ്കിലും ജയിച്ചു. അപ്പോൾ അങ്ങനെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് മതി എന്ന് ശാസ്താംകോട്ട തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ ഇപ്പൊ മത്സരിച്ച 19ാം വാർഡിൽ മത്സരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്. തന്റെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന പ്രദേശങ്ങളിലെല്ലാം അദ്ദേഹം സജീവമായിട്ട് മത്സരിക്കാതെ ഇടപെട്ടിരുന്നെങ്കിൽ, രാജഗിരി വാർഡ് പരാജയപ്പെട്ടു, 14ാം വാർഡ് പരാജയപ്പെട്ടു, അതെല്ലാം തുച്ഛമായ വോട്ടുകൾക്ക്. മറ്റൊരു വാർഡ് 7 വോട്ടിന് പരാജയപ്പെട്ടു. ഒരു 4 വാർഡും കൂടി ആ മേഖലകളിൽ നിന്ന് ജയിച്ചേനെ. മറ്റ് ഈ കിഴക്കൻ മേഖലകളിൽ ഇപ്പൊ ഈ പറഞ്ഞ ജയിച്ച വാർഡുകളിൽ 1-2 വാർഡുകൾ ചെറിയ വോട്ടിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു, അവിടെ ജയിച്ചേനെ. അപ്പൊ നേതാക്കള് ഈ നേതൃത്വം കൊടുക്കാൻ ആളില്ല എന്നുള്ള തരത്തിലാണ് ഈ പരാജയം ഉണ്ടായത്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വന്തം വാർഡ് ജനറലാണ്, പഞ്ചായത്ത് ജനറലാണ്, സ്വന്തം വാർഡിൽ മത്സരിക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്ത വാർഡിൽ മത്സരിക്കുക. അപ്പൊ അതിനകത്ത് പ്രശ്നമില്ല. പക്ഷേ നമ്മൾ മാത്രമേ ഉള്ളൂ ഇതിനെന്നുള്ള രീതിയിലേക്ക് ആളുകൾ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് നമുക്ക് മറ്റു കലാ ഘടകങ്ങൾ, ഞാൻ പറഞ്ഞില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പല വാർഡുകളിലും ഉണ്ടായി. അവിടെ തന്നെ മറ്റ് കോൺഗ്രസിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി മാറി മറ്റൊരു വാർഡിൽ PDPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മാറി മത്സരിക്കേണ്ട സാഹചര്യം വന്നു. അങ്ങനെയൊക്കെ ഞാൻ മത്സരിച്ചാൽ എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ പറ്റുന്ന തരത്തിലേക്ക് സ്ഥാനാർത്ഥികളെ സൃഷ്ടിക്കാൻ ശ്രമിച്ചതാണ് ശാസ്താംകോട്ട പഞ്ചായത്തിലെ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. ഞങ്ങളാണ് ഇത് നിയന്ത്രിക്കുന്നത്, ഞങ്ങളാണ് ഇത് തീരുമാനിക്കുക. അതുകൊണ്ടാണല്ലോ ഈ പല പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥി ഞാൻ പറഞ്ഞില്ലേ, ശാന്തകുമാരിക്ക് സീറ്റ് നിഷേധിച്ചത് 329 വോട്ടിന് ആ സീറ്റ് നിഷേധിച്ച സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് പറഞ്ഞാൽ അവരെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ച ആ കമ്മിറ്റി തന്നെ മുഴുവൻ പേരെയും സസ്പെൻഡ് ചെയ്യേണ്ടതല്ലേ? പ്രധാനമായിട്ടും ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ ചോദിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ അവസാനിപ്പിക്കും. ഇത്തരത്തിലൊക്കെയാണ് കോൺഗ്രസിൽ അധികാര രാഷ്ട്രീയത്തിനോട് ഒരുപാട് ആഗ്രഹമുള്ള നേതാക്കന്മാർ വളർന്നു വരുന്നു. അത് പ്രാദേശിക തലത്തിലാണെങ്കിൽ അവർ പഞ്ചായത്ത് തലത്തിൽ ആഗ്രഹിക്കുന്നു. അല്പം കൂടെ നിങ്ങളുടെ പാർട്ടിയിൽ സീനിയാരിറ്റി ഉള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലേക്ക് അവരുടെ പാർലമെന്ററി മോഹം വളരുന്നു. കുറച്ചുകൂടെ വലിയ നേതാക്കളാണെങ്കിൽ അവർ ജില്ലാ പഞ്ചായത്തിലേക്കും, അല്പം കൂടെ വളരാണെങ്കിൽ അവർ MLA, പിന്നെ കുറച്ചുകൂടെ വളർന്നാൽ MP. ഇങ്ങനെ പറയുന്ന രാഷ്ട്രീയ മോഹത്തിനപ്പുറത്ത്, അതായത് കിങ് ആവുന്നതിനപ്പുറത്ത് കിങ് മേക്കർ ആക്കാനാണ് എനിക്കിഷ്ടം എന്ന് പറയുന്ന 2-3 ഡയലോഗുകൾ കേട്ടു. എന്നിട്ടും അങ്ങ് മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുമുണ്ട്. അങ്ങയുടെ കുടുംബത്തിൽ നിന്ന് നിരവധി തവണ UDFനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നു, അധികാരത്തിൽ വരുന്നു, ഭരണം കാഴ്ചവെക്കുന്നു, പിന്നെ അവിടുന്ന് ഭരണം പോകുന്നു. ഇങ്ങനെയൊക്കെ തന്നെ UDFുമായിട്ട് ഇണങ്ങിയും പിണങ്ങിയും അധികാരത്തിൽ നിന്ന് അകന്നും അല്ലെങ്കിൽ അടുത്തും ഒക്കെ നിൽക്കുമ്പോഴും ഇനി എന്താണ് അങ്ങയുടെ പ്ലാൻ? കോൺഗ്രസ് ആണ് നമ്മുടെ വികാരം. കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വീഴുന്നു. കുന്നത്തൂരിൽ കോൺഗ്രസിന് ഒരു MLA ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതിന് വിലങ്ങുതടിയാകുന്ന ഒരുപാട് ഘടകങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഘടകകക്ഷിയുമായിട്ട് ബന്ധപ്പെട്ട് RSP ആണ് ഇവിടെ മത്സരിക്കുന്നത്. ആ RSPയുമായിട്ട് ബന്ധപ്പെട്ട് പടിഞ്ഞാറേക്കല്ലയിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം കോൺഗ്രസ് നേതൃത്വം തന്നെ ഉണ്ടാക്കി. അങ്ങനെയൊക്കെ ഒത്തിരി പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ പലയിടത്തും കിടക്കുന്നു. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളതാണ്. അസംബ്ലിയിൽ കോൺഗ്രസിനൊരു MLA, കോൺഗ്രസിനുള്ള ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു MLA കുന്നത്തൂരിൽ നിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ് പരമപ്രധാനമായ ലക്ഷ്യം. അതിന് വിലങ്ങുതടിയാകുന്ന സാഹചര്യങ്ങൾ, അത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഇപ്പം നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടിയിരിക്കുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വന്ന് കോൺഗ്രസ് കമ്മിറ്റിയുടെ കൃത്യമായ ഒരു സമിതി വന്ന്, പക്ഷം പിടിക്കാത്ത ഒരു സമിതി വന്ന് പ്രധാന പ്രശ്നങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഇവിടെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ നിലയ്ക്കൽ കോളനിയിൽ വലിയൊരു യോഗം നടത്തി, എൻ്റെ മുൻകൈ എടുത്ത് സമ്പത്ത് ചെലവഴിച്ച് യോഗം നടത്തിയാണ് ഇവിടത്തേക്ക് അദ്ദേഹത്തെ ആനയിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം മത്സരിക്കുമ്പോൾ നടന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഒരുപാട് സാമ്പത്തികം ഒക്കെ ചെലവഴിച്ചാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. അന്നത്തെ നമ്മുടെ ഒരു ലക്ഷ്യമായിരുന്നു ഒരു വോട്ടെങ്കിലും ലീഡ് ചെയ്യുക എന്നുള്ളത്. 2026 വോട്ട് കുന്നത്തൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ട് 2026 വോട്ട് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ലീഡ് ചെയ്തെങ്കിൽ അത് അന്നത്തെ ആ അധമം വലിയ ഏത് വർഷമാണത്? അത് ആദ്യം അദ്ദേഹം മത്സരിച്ച തെരഞ്ഞെടുപ്പ്. കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലേക്ക്
വന്ന് മത്സരിച്ചു. എനിക്ക് തോന്നുന്നു 2009-11 ആ കാലഘട്ടമാണ്. ആ സമയത്ത് 2010 കാലഘട്ടമാണ്. ആ സമയത്ത് വർഷം കൃത്യമായിട്ട് നോക്കുന്ന ആ സമയത്താണ് നമ്മളൊക്കെ ആ സജീവമായിട്ട് അതിനു വേണ്ടി നിന്നത്. അപ്പം ആ ഒരു നമുക്കിപ്പോഴും അങ്ങനെയാണ് ചിന്ത. നമുക്ക് അധികാരത്തിനപ്പുറത്തോട്ട് മറ്റുള്ളവരെ അധികാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. അതാണ് നാളെയും അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. നമുക്ക് ആകെപ്പാടെ ഞാൻ പറഞ്ഞു ഈ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആകെ ഉണ്ടായ വിഷമം ഞാനത് പറഞ്ഞ് പൂർത്തീകരിക്കാൻ സമ്മതിച്ചില്ല. ശാസ്താംകോട്ട കോളേജിൽ 28 മുസ്ലിം ചെറുപ്പക്കാരെ യുവാക്കൾക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത 2010 വേണുഗോപാലക്കുറുപ്പിന് പകരം വൈ ഷാജഹാനെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ കൂട്ടുനിന്ന, പിന്നീട് ഇങ്ങോട്ട് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ KSUവിന്റെ ചെയർമാനായിട്ട് ഹാരിസ് എന്ന ചെറുപ്പക്കാരനെ, അതിനു മുമ്പ് പുരക്കുന്നിൽ ഷഫീഖ് മത്സരിച്ചു. അന്ന് ഒരു സാഹചര്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ ക്യാമ്പസ് ഫ്രണ്ടിന്റെ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയും SFIയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയും അവർക്ക് രണ്ടുപേർക്കും വേണ്ടി KSUവിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിക്കും വേണ്ടി ക്യാമ്പസ് ഫ്രണ്ടുകാർ വോട്ട് പിടിച്ച് അങ്ങനെ ഒരു ചെറിയ വിഷമം ഉണ്ടായി. അന്ന് ഷഫീഖ് പുരക്കുന്നിൽ എന്ന് പറഞ്ഞ ചെയർമാൻ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. ബാക്കി KSUവിന്റെ എല്ലാവരും ജയിച്ചപ്പോൾ നമ്മുടെ മനസ്സിനേറ്റ ഒരു മതേതരത്വത്തിനേറ്റ ഒരു മുറിവ് മനസ്സിലിട്ടുകൊണ്ട് 2012 ഹാരിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷമായ ഒരു സമുദായത്തിൽ നിന്ന് വന്ന ഹാരിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കോളേജ് യൂണിയൻ ചെയർമാനാക്കുന്നതിന് മുൻകൈ എടുത്ത എന്നെ ജാതീയമായി ആക്രമിച്ചു എന്നുള്ള, അല്ലെ ഒരു ജാതിക്ക് വിരുദ്ധമാനാക്കി എന്നുള്ള ഒരു മാനസിക വശമാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഇവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ജാതീയമായ വൈരാഗ്യമല്ല നമുക്ക് അവരോടുള്ളത്, അല്ലാതെ ഈ പറയുന്ന അത് രാഷ്ട്രീയമായി ഒരു തർക്കങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായി ഞാനൊരു കാലഘട്ടത്തിൽ ഒന്നിച്ചു നടന്നവരാണ്. ഒന്നിച്ചു നടന്നു ഞാനൊരു നിലപാടെടുത്തപ്പോൾ ആ തർക്കങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ പരാജയത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒരു കാരണം ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോൽപ്പിക്കാൻ പോകുന്ന ഇങ്ങനൊന്നും അല്ലല്ലോ. അവർക്ക് ഞാൻ പറഞ്ഞില്ല, വെറുതെ ഒരു ഭാര്യ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് ജയറാമിന്റെ ഒരു കഥാപാത്രമുണ്ട്. കാരണം മകളെ ആക്രമിക്കാൻ ആളിങ്ങനെ വരുന്നു എന്ന് പറഞ്ഞൊരു മാനസിക വിഭ്രാന്തി ഉണ്ട്. അപ്പൊ ഓടി നടന്ന് എല്ലാവരെയും കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലനം തിരിച്ചു കിട്ടുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് അദ്ദേഹത്തിന്റെ ഭയം. എന്നറിഞ്ഞാൽ ഓടി നടന്ന് ഞാൻ ഇന്നലകളിൽ ചെയ്ത പ്രവൃത്തിക്ക് എനിക്ക് റിവേഴ്സ് ഒരു പ്രവർത്തനം ഉണ്ടാകുമെന്ന് അദ്ദേഹം ഭയന്നു എന്നുള്ളതല്ലാതെ നമുക്കൊന്നും അങ്ങനെ ഒരു ചിന്തയോ കാര്യങ്ങളൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നടക്കുന്ന പ്രവർത്തനം ഇങ്ങനെയല്ല. എന്തായാലും ആ തരത്തിലൊക്കെയുള്ള ഭയങ്ങൾ അദ്ദേഹത്തെ ഒരുപക്ഷെ വിജയത്തിലെത്തിക്കുവാൻ എത്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഒരു കാര്യം കാഞ്ഞിരപ്പള്ളി അജയകുമാർ പറയും, താൻ എന്നും കോൺഗ്രസ്സുകാരനായിരിക്കും, കോൺഗ്രസ്സുകാരുടെ വിജയത്തിന് വേണ്ടി എന്നും ഉണ്ടാവും, കിങ് ആവാനില്ല, കിങ് മേക്കർ ആവാൻ ഞാൻ എന്നും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് അജയനോടൊപ്പമുള്ള ഈ സായാഹ്നം അവസാനിപ്പിക്കാം.